പോയി ചാവ്. നിങ്ങൾ ചത്തു കഴിഞ്ഞാൽ എനിക്ക് ഗുണമാണ് ഞാൻ പറഞ്ഞത്. നീ ഒരു പണം കണ്ട് ഒരുത്തനോട് ഒളിച്ചോടിയപ്പോഴത്തേക്ക് ആണ് ഞാൻ പണം കണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പണം വേണ്ടത്. സത്യമല്ലേ? ആണല്ലോ, സത്യമല്ലേ? നിക്കാരം കഴിഞ്ഞ് നിങ്ങൾ നോക്കിയോ ഫേസ്ബുക്കിൽ എന്റെയും എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ഇട്ട് ഇടാൻ പോവാ. അയ്യോ നീ ഫേസ്ബുക്കിൽ ഇടല്ലേ, നാണം കെട്ടിയ ചാവും കേട്ടോ. എന്തിന്? അതാ പറഞ്ഞ പോയി ചാവ്. നിങ്ങൾ പോയി. അതാണ് ഏറ്റവും ഞാൻ നല്ലത്. ഏറ്റവും നല്ലത് നിങ്ങൾ ചാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൊച്ചുങ്ങളെ ഇട്ടിട്ട് ഒളിച്ചോടി പണക്കാരൻ്റെ കൂടെ പോയിട്ട് ജീവിക്കുന്നതാണോ ശരി സജന? ആണ്. ഞാൻ ഇടപെട്ടെ, എനിക്ക് എന്റെ സുഖങ്ങളാണ് വലുത്. ഏത് ലെവലിൽ ഞാൻ കളിക്കുമെന്ന് എന്നെ എന്റെ ലെവലിൽ വിട്ടേക്ക്. ഞാൻ കേസ് കളിക്കാൻ വേണ്ടി നിൽക്കുമോ? നിങ്ങൾ എന്ത് വിചാരിക്കുന്നത്? ഏത് ലെവലിൽ ഞാൻ പോവാൻ എത്രയും ദൈവം ചെയ്തോളൂ, ഞാൻ ഇനി ഒന്നും ചെയ്തിട്ടെന്നും പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ദിയയും കൂടെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ദിയ ഇത്ര ചൂടായിരിക്കുന്നത് മനസ്സിലാണ്. അന്നമ്മയുടെ സംഭവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ദിയയുടെ കാര്യം അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് പിരിഞ്ഞതാണ്. അപ്പൊ ഞാൻ ഈ ഒരു വാക്ക് പറഞ്ഞത് കൊണ്ടാണ് അവൻ ഇങ്ങനെ സ്റ്റാൻഡ് എടുത്തത്. അത് ഞാൻ പറഞ്ഞു, ഈ രണ്ടാമത് പ്രഗ്നൻസി ഉള്ള കാര്യം അത് സത്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു. കഴിഞ്ഞ റിപ്പോർട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് സത്യമല്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോഴാണ് ഇവരും താന്ന്. കാരണം ഇവരുടെ ആയുധം അതായിരുന്നില്ല, മെയിൻ ആയുധം. ഈ കാര്യം ഞാൻ സംസാരം മതി എന്റെ അബദ്ധത്തിലാണെന്ന് പറഞ്ഞു പോയത്. എനിക്കത് ചൂടാകുന്നു. അവളോട് പറയാം ചൂടാകാതെ ഒന്ന് ഞാൻ ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് മനസ്സിലാക്കാൻ പറയും. അല്ല, ഞാൻ ഒരു കാര്യം പ്രസൂട്ടി, ആവശ്യമില്ല. എന്തിനെ നമ്മൾ മറ്റുള്ളവരോട് നമ്മളിപ്പോ മീഡിയയിലൊന്നും പറയല്ലോ. തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഷാജിയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്കൊന്ന് മൂടി വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് പിന്നീട് നോക്കാം. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അല്ല, ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ സത്യം നേരിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം എന്താണ് നിങ്ങൾ ഇതിപ്പം നേരെ പോകാൻ പറ്റുന്ന സ്ഥിതിയിലാണോ റസൂൽക്കുട്ടി പോകുന്നത്? എന്താ വെച്ചാൽ എനിക്ക് നേരത്തെ അറിഞ്ഞാൽ അതിനുള്ള വഴി ഒപ്പിക്കാനും എന്തെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഇപ്പം ഇവള് പറഞ്ഞാൽ ഒന്ന് തണുത്ത് വരുമ്പം റസൂൽക്കുട്ടിയുടെ വായിന്ന് ഞാൻ അയാളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, അന്നമ്മയെ വിളിച്ച് ഇത് പറഞ്ഞ്, ഇതൊക്കെ വലിയൊരു വിഷയത്തിൽ പിന്നെ സജന താഴെ നിൽക്കുന്നോ വിചാരിക്കുന്നത്? ഞാൻ 100% വാക്കുകളാണ്. ഞാൻ അന്നമ്മയോ ഇവളുടെ കൂട്ടുകാരികളോ അച്ചായനോ ഇവൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനുമായിട്ടും സംസാരിക്കുന്നില്ല. ഞാൻ ഇന്നലെ മുതൽ സംഭവം നിർത്തി. ഓക്കെ, അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവൾക്ക് ഏറ്റവും ഉതകുന്ന തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഒറ്റയ്ക്കാണ്. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. എത്രയും പെട്ടെന്ന് ഒരു ലീഗലി ഫിറോസിനെതിരെ കേസ് ഫയൽ ചെയ്യാമെന്ന് സഞ്ജനയുടെ ഉമ്മയോട് റസൂൽ പൂക്കുട്ടി പറയുന്നതാണ്. കേട്ടല്ലേ? ഈ വീഡിയോകൾ ഇങ്ങനെ ഇട്ടിട്ട് ഇവരുടെ അഭിമാനം നശിപ്പിക്കാതെ അതിലേത് നിർത്തുക. ഇവൻ ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതിനെല്ലാം ഞാൻ കൂടെ നിൽക്കാം. ശരി, അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല. അതെല്ലാം ഞാൻ വലിയ പൈസ ഭയങ്കര പൈസ ചിലവുള്ള കാര്യമാണ്. അതായത് ഇയാൾ ആ പൈസ എത്ര വേണമെങ്കിലും ചിലവാക്കാന്നുള്ളതാണ് പറയുന്നത്, എന്നെ പൂട്ടാൻ വേണ്ടി. അറിയാം, അതൊക്കെ മനസ്സിലായി, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം വീണ്ടും ആയി എന്നുള്ള തെളിവ് എനിക്ക് മനസ്സിലായി. ഞാൻ അവളെ വഴക്കും പറഞ്ഞു. ഒന്ന് പോയി കഴിഞ്ഞ് സജന നീ ഇതുണ്ടോയെന്ന് ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു. ഇപ്പം നീ ഇത് തെളിവ് എന്നെ കാണിച്ചപ്പോൾ ഇത് വീണ്ടും നിങ്ങൾ ഇതില്ലാതായപ്പം വീണ്ടും പോയി നിങ്ങൾ ഒന്നായോ? നിങ്ങൾ ഒറ്റയ്ക്കാണോ സംസാരിക്കുന്നത്? ഉമ്മി സജനാട് ഉമ്മയുടെ അതേ പ്രായം തന്നെയാണ് ഈ കള്ളക്കളവനും. ആന്നാന്ന് പറ. ഉമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ഇത് ശരിയായ രീതിയിലാണോ? എങ്ങനെ? ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഉൾപ്പെട്ടല്ലേ? അപ്പൊ രണ്ടുപേരുടെയും കയ്യിലും തെറ്റുണ്ട്. ഇത് ശരിയാണ് ഞാൻ പറയത്തില്ല. നിങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ തെറ്റ്. റസൂൽക്കുട്ടി ഒരാൾ മാത്രം വിചാരിച്ച് വീണ്ടും ഞാൻ ഒരാളെ മാത്രം തെറ്റ് പറയുന്നില്ല. പക്ഷെ മറ്റേ സംഭവം പോയി എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ മൂന്നാമത്തെ സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു. ഞാനതിനുള്ള പ്രിക്കോഷൻസ് എടുത്തതന്നെ. പ്രിക്കോഷൻ എടുത്തതിന് എന്താണ്? എന്നോട് പറയാതെ എന്നെ നിർബന്ധപൂർവം
നിർബന്ധപൂർവ്വം ഞാൻ പറയാം, എന്നോട് പറയാതെ വീണ്ടും വീണ്ടും ഇതിലേക്ക് കൊണ്ടുപോയിട്ടല്ലേ ഞാൻ ഉണ്ടായത്. നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ പ്രിക്കോഷൻ എടുക്കില്ലേ, ഞാൻ അപ്പോഴേ മാറി നിൽക്കില്ലേ. നമുക്ക് എല്ലാവർക്കും ഒരു ശരിയായ രീതിയിൽ എഴുതാൻ പറ്റിയെന്നല്ല. അതിനൊരു അവസരം ഇവളും പിന്നെ അമ്മമ്മേനെ ചേർന്ന് ചെറുക്കാൻ കഴിയാണ്. എന്താ കാര്യം അടിച്ചു കൊടുത്താലും വേണം. എന്നിട്ട് അവൾക്ക് കാലി മാറി. ഇനിയിപ്പോൾ അതെല്ലാം ഞാൻ പറയുന്നത് വന്നതും പോയതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാതെ നിങ്ങൾ ഇനിയുള്ള മുന്നോട്ടുള്ളത് ഓരോരുത്തർ തമ്മിൽ ദേഷ്യം വന്ന് ഒറ്റ അടിക്ക് എന്തോ. ഹലോ ഹലോ സാറേ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. അച്ഛൻ്റെ അടുത്ത് എന്ത് പറഞ്ഞത്? ഞാൻ അച്ചായനോട് അച്ചായൻ എന്തുകൊണ്ട് അങ്ങോട്ട് മാറി ഇവരുമായിട്ട് ചേർന്നു. കാര്യം അച്ചായൻ എന്തായാലും നമ്മള് സംസാരിക്കുന്നത് എന്നെ കോൺസ്റ്റന്റ് ആയിട്ട് അച്ചായൻ ഫോളോ കേട്ടില്ല. പിന്നെ അത് ചെയ്യുന്നുണ്ടോ ഇത് ചെയ്യുന്നുണ്ടോ ഉള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. എനിക്കത് വളരെ പിന്നീടാണ് മനസ്സിലായത്. അച്ചായൻ ആക്ച്വലി എന്നെ വലിച്ചിരുന്നതായിരുന്നു. എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അച്ചായൻ ആക്ച്വലി മറ്റവരുടെ കൂടെയാണുള്ള കാര്യം എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്. അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. അപ്പൊ ഞാൻ എന്റെ സംസാര മധ്യേ അതും പിന്നെ ശരിയാകും തോന്നുന്നില്ല, അതെന്നെ വരട്ടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരുമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചത് പൊതുവെ നീ എന്തിനാണ് അവൾക്കെതിരെ നിൽക്കുന്നത്, നിന്റെ പെങ്ങളെ നമുക്കല്ലായിരുന്നു, നീ ഏറ്റവും കൂടുതൽ അവൾ സഹായിച്ചുകൊണ്ടിരുന്ന നീ അല്ലേ, എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ നിന്നല്ലേ വിളിക്കൊണ്ടിരുന്നത്, എനിക്ക് ഇനിയിപ്പോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ, നീ എന്തിനാണ് അവൾക്കെതിരെ ഇങ്ങനെ പോകുന്നത്, അത് ഇങ്ങനെ അവളിങ്ങനെ പറ്റും പോലീസ് സ്റ്റേഷനിൽ എന്നെ പറ്റി ഇങ്ങനെ പറയും. ഞാൻ പറഞ്ഞു അവൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല, അവൾ ഒരിക്കലും പറയത്തുമില്ല. ആ സംശയങ്ങളെല്ലാം നിനക്ക് മനസ്സിലാകുന്നില്ല. ഇത് അഥവാ അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ സംശയങ്ങളെല്ലാം അവളുടെ മനസ്സിൽ ഇട്ടുകൊടുത്തത് അന്നമ്മയാണ്. നീ മനസ്സിലാക്കുക, നീ നിൽക്കുന്ന ആളുകൾ ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഇൻസിഡന്റിൽ പറഞ്ഞ് അവനെ ഞാൻ പറഞ്ഞു മാറ്റി. നീ ഇനി അവരുമായിട്ട് ചേർന്ന് താഴെ വീട്ടിൽ പോവുകയോ അവരുമായിട്ട് ചേർന്നവർക്കെതിരെ ഗാനപ്പ് ചെയ്യുകയോ ചെയ്യരുത്. എന്നിട്ട് നീ ബൈബിൾ ഫോളോ ചെയ്യുന്ന ഒരാളല്ലേ, ഒരാളെ അപ്പൊ എന്നോട് ചോദിക്കുന്നത് ഇക്ക എന്തുകൊണ്ടാ അവൾക്കെതിരെയും ചെയ്യാതെ. ഞാൻ ചോദിച്ചാൽ ഞാൻ അത് ദിയെ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ബോംബെയിൽ ഇറങ്ങിയത്, അങ്ങനത്തെ ഒരാൾ നിങ്ങൾ എന്തിനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു, ഞാൻ എല്ലാവരും കൂടെ കടന്നുകൂടി ആഗ്രഹിക്കുന്നു. ഇപ്പൊ അവൾ എന്നോട് ചില അരുതാത്ത കാര്യങ്ങൾ ചെയ്തു. ഓക്കെ, അതിപ്പോ 2 ദിവസമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിന് മുമ്പ് എത്രയോ 2 ദിവസമാണ് എന്നോട് ചെയ്തിട്ടുള്ളത്. 2 മാസം 2 മാസം ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനേക്കാൾ എത്രയോ മാസങ്ങൾ ഞാൻ അവളുമായിട്ട് വളരെ നന്നായി ഞങ്ങൾ പരസ്പരം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ സമയങ്ങൾ മറന്നിട്ടാണോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. പിന്നെ എല്ലാവരും കൂടെ ആക്രമിക്കുമ്പോൾ ഒരാളെ വിക്ടിമൈസ് ചെയ്യുന്ന ആളല്ല ഞാൻ. നിങ്ങളൊരു സോഷ്യൽ വർക്കർ അല്ലേ, നിങ്ങളൊന്ന് സ്വയം ഒന്ന് മാറി നിന്നിട്ട് നിങ്ങൾക്ക് അവളോടുള്ള വിദ്വേഷം മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു സോഷ്യൽ വർക്കർ എന്ന നിലയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഒരാളെ ഇങ്ങനെ കടന്നാക്രമിക്കൂ, ഒരു സ്ത്രീയെ, അബലയായ ഒരു സ്ത്രീയെ, ഒറ്റയ്ക്കുള്ള സ്ത്രീയെ ആക്രമിക്കാൻ നിങ്ങൾ കൂട്ടുനിൽക്കൂ എന്ന് ചോദിച്ചാൽ അവൾ ഒതുങ്ങി. അപ്പൊ എനിക്ക് ഈ 2 പേരെ ഒതുക്കാൻ പറ്റുമോ? അന്നമ്മയായിട്ട് എനിക്ക് സംസാരിക്കാനേ പറ്റത്തില്ല. പറയുന്നത് എന്തും അവൾ നമുക്കെതിരെ ഉപയോഗിക്കും. അതുകൊണ്ട് അന്നമ്മയായിട്ട് ഒന്നും സംസാരിച്ചില്ല. ഇവർ 2 പേരോട് എങ്കിൽ സംസാരിച്ചു. ആ സംസാരം അവിടെ നിർത്തി. ഓക്കെ, ഞാനത് പറയാനുള്ളൊരു കാര്യം, ഇവരുടെ ഫിറോസിന്റെ കയ്യിൽ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഓക്കെ, പ്രഗ്നൻസി പോയി എന്നുള്ള കാര്യം അവർക്കറിയാം. അന്നമ്മ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ 2ാമതുള്ള പ്രഗ്നൻസി അത് സത്യമല്ല, നീ എന്നെ പേടിപ്പിക്കാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോ എല്ലാത്തിന്റെയും കൊമ്പൊടുങ്ങി. അത് അങ്ങനെ തന്നെ നിക്കട്ടെ. നീ അവർ നിന്നെ ഗ്യാങ്ങപ്പിൽ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്, തെളിവുകൾ ഉണ്ടാക്കി സൊല്യൂഷൻ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിയയും അച്ചായനും എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ അല്ല എനിക്കിപ്പം തോന്നുന്നത്
ഇക്കാണ് ഞങ്ങളുടെ ഇടയ്ക്ക് നിന്ന് ഡ്രാമ കളിക്കുന്നതെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം എന്നെ അച്ചായനും തിരുത്തിക്കുക, എന്നെയും അന്നമ്മയും തിരുത്തിക്കുക, എന്നെയും തീയും തിരുത്തിക്കുക എന്ന് എനിക്ക് ഇപ്പം തോന്നുന്നുണ്ട്. എനിക്കറിയത്തില്ല. അന്നമ്മയായിട്ട് സംസാരിക്കുന്ന സമയത്ത് മിക്ക എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അന്നമ്മ ശരിയല്ല, അന്നമ്മ ശരിയല്ല, നീ അങ്ങനെ ചെയ്യരുത്, അവളായിട്ട് കൂട്ടുകൂടരുത് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ദിയയുടെ കാര്യത്തിൽ ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല. ദിയയുടെ കാര്യത്തിലൊക്കെ പറഞ്ഞത് അവൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. അച്ചായന്റെ കാര്യത്തിലും ഞാൻ ഈ കാണിക്കുന്നത് കാര്യം കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അച്ചായന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ അച്ചായന്റെ അടുത്ത് നേരിട്ട് സംസാരിച്ചോളാം. അച്ചായ ഇത് കാരണമായിരുന്നു എന്നുള്ളത് അല്ല. പക്ഷെ എനിക്കിപ്പം റസൂൽക്ക തോന്നുന്നത് ഞങ്ങളുടെ ഇടയ്ക്കുണ്ടായ പ്രശ്നങ്ങളെല്ലാം ഇക്കാണ് ഉണ്ടാക്കാൻ കാരണം. എന്തിനാണെന്ന് എനിക്കിപ്പോ തോന്നുന്നില്ല. കാരണം ഇക്ക ഡബിൾ ഗെയിം കളി ഇക്കാണ്. അന്നമേ അല്ല അച്ചായനും അല്ല ഷാലു അല്ല ദിയ അല്ല ഡബിൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവരെടുത്തൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കാരണം അവൾ അന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സജന ഇക്ക നീ സംസാരിക്കുന്ന കണക്കല്ല, നിന്റെ അടുത്ത് സംസാരിക്കുന്ന കണക്കല്ല സജന ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന, നീ മനസ്സിലാക്കും മോളെ എന്ന് എൻ്റെ അടുത്ത് അന്നമ്മ പറയുമ്പോൾ പോലും ഞാൻ അന്നമ്മയല്ല വിശ്വസിച്ചത്. പാവം അവൾ. ഇപ്പൊ എനിക്ക് തോന്നുന്നു അവൾ വെറും പാവമാണ്. ഇതിനകത്ത് നിങ്ങൾ ഗെയിം കളിച്ചുകൊണ്ടിരുന്നതാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചെന്ന് കയറി കൊടുക്കുന്നില്ല. നിങ്ങൾ ഇപ്പൊ ഇതുപോലെ അവിടെ നിന്ന് അവരുടെ അടുത്ത് ഒന്ന് പറയുന്നു, എൻ്റെ അടുത്ത് ഒന്ന് പറയുന്നു, അവരുടെ അടുത്ത് ഒന്ന് പറയുന്നു, എൻ്റെ അടുത്ത് ഒന്ന് പറയുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ നിമിഷം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നിങ്ങളെ രണ്ടാമത് കുഞ്ഞുണ്ടായത് ആദ്യം ഒരു കുഞ്ഞിനുണ്ടാക്കി എനിക്ക് അബോട്ട് ചെയ്ത് തന്നു. അബോട്ട് ചെയ്ത് ഞാൻ അത് അബോട്ട് ചെയ്ത് കളഞ്ഞു. രണ്ടാമത് ഈ പൂർണ്ണമായപ്പം അത് 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങൾ എനിക്ക് മെഡിസിൻ തരാൻ തുടങ്ങിയതും എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിലെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിനെ ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്. ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല. ഇതിന് ഷാദിത്ത ഉള്ള സമയത്തെന്ന് പറയുന്നത് പുള്ളിയുടെ വൈഫാണ് ഷാദി. ഈ ഷാദിത്ത ഉള്ള സമയത്താണ് ബലമായിട്ട് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായല്ലോ കുഞ്ഞുണ്ടായത്. അല്ല പറയുന്നുണ്ടല്ലോ ആണല്ലോ പറഞ്ഞത്. അച്ഛൻ്റെ അടുത്ത് അങ്ങനെ തന്നെയാണല്ലോ. ഞാൻ കള്ളത്തനം പറയുന്നുണ്ടെന്ന്. ഇനി റസൂലിക്ക ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് നിങ്ങളെ ഭാര്യയുടെ ഇത്രയും ദിവസവും ഞാൻ പറഞ്ഞ കണക്ക് ഷാദിത്തയുടെ കാര്യത്തിൽ ഞാനിട്ട് ഇങ്ങനെ പറയുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു വിഷമമുണ്ട്. അത് അന്നമ്മയ്ക്കും അറിയാം, ദിയയ്ക്ക് അറിയാം, അച്ചായനും അറിയാം. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി എന്ന്. പൈസ മതിയായിരുന്നെങ്കിൽ ഇവർക്കും അറിയാം നല്ലൊരു നിങ്ങളുടെ കയ്യിലൊന്നുമില്ല എന്നുള്ളത്. ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇവർക്കറിയാം. കാരണം വെള്ള പൂശാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് മറ്റവരെ കേൾപ്പിക്കാൻ വേണ്ടി, കൂട്ടുകാരെയൊക്കെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവൾ ഓൾറെഡി പറഞ്ഞ റെക്കോർഡുകളൊക്കെ അവരുടെ കയ്യിലൊക്കെ ഉണ്ട്. കൊല്ലാൻ ആസൂത്രണം ചെയ്യുന്നതും പൈസ മതി എന്ന് പറയുന്നതും ഒക്കെ. എന്നിട്ട് പോലും ഞാനത് പറഞ്ഞ് നിങ്ങൾക്കും അതറിയാം. ഞാൻ 10 കോടി വേണമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളും പറയുന്നുണ്ട് ആ 10 കോടി ഒന്നും കിട്ടാനല്ല എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ടും അറിയാം. അപ്പം അത് ആ 10 കോടി എന്ന് പറയുമ്പോഴെങ്കിൽ നിങ്ങൾ എന്നെ കളഞ്ഞിട്ട് പോവാതിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ദേഷ്യത്തിൽ ഞാൻ ദിയയെടുത്തും ഈ പറഞ്ഞ കണക്ക് എടുത്തും ഞാൻ സംസാരിച്ചിട്ടുള്ളത് സത്യം തന്നെ. അവരാരെങ്കിലും ആയിക്കോട്ടെ, അന്നത്തെ ദിവസം ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു അവർ